നമ്മളെല്ലാവരും മുടിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണല്ലേ. മുടി കൊഴിയുന്നത് നമുക്കിഷ്ടമല്ല, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറുന്നത് നമുക്കിഷ്ടമല്ല, നമ്മുടെ മുടിക്ക് ഒന്നും സംഭവിക്കുന്നത് നമുക്കിഷ്ടമല്ല അല്ലേ. നമുക്കൊരു വേദനയാണല്ലേ മുടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുക, അല്ലെങ്കിൽ മുടി അമിതമായിട്ട് കൊഴിയുമ്പോൾ ഒക്കെ ഭയങ്കര സങ്കടമാണല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ പറയുകയാണ്, ഇതൊരു എന്താ പറയുക, ഇതൊരു സ്പോൺസർഷിപ്പ് വീഡിയോ അല്ല, ഇതൊരു സ്പോൺസേർഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ കാശ് കൊടുത്ത് എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും കാണാം. ഇനി നോട്ടിഫിക്കേഷൻ കണ്ടാൽ മാത്രം പോരാ, വീഡിയോസൊക്കെ കാണാൻ വേണം. കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. അപ്പം നമുക്ക് ഏതായാലും വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാമ എർത്താണ്. മാമ എർത്തിൻ്റെ അർഗൻ ഹെയർ മാസ്ക് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് ഏതൊരു ഹെയർ ക്രീമാണ് അല്ലെങ്കിൽ ഹെയർ മാസ്ക് ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് യൂസ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മാസ്ക് ആണ്. ഡെയിലി യൂസ് ചെയ്യണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ഓളത്തിന് നിങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇത് ഓൾറെഡി നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് തുറക്കുകയാണെങ്കിലും, ഈവൻ നമ്മളിപ്പോൾ യൂട്യൂബ് തുറക്കുകയാണെങ്കിലും എല്ലായിടത്തും ഇവരുടെ പരസ്യം കാണുന്നുണ്ടല്ലേ. ഈവൻ ഇപ്പോൾ നമ്മൾ നൈക്കയിൽ പോവുകയാണെങ്കിലും, പേർപ്പിളിൽ പോവുകയാണെങ്കിലും, ഫ്ലിപ്കാർട്ടിലാണെങ്കിലും എല്ലായിടത്തും മാമ എർത്തുണ്ട്. പോരാത്തിന് ഒരുപാട് മലയാളി യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ല തമിഴ് യൂട്യൂബേഴ്സ് ആണെങ്കിലും തെലുങ്കൻസ് ആണെങ്കിലും ഒരുപാട് പേര് ഓൾറെഡി ഇതിൻ്റെയൊക്കെ റിവ്യൂ തന്നിട്ടുണ്ടാവും. എന്നാലും ഇത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എന്താ പറയുക, മാസ്കിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഔട്ടർ കവർ എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ക്ലാസി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. നല്ല ബോക്സിങ് ആണ്. ഈവൻ ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഔട്ടറായിട്ടൊരു ബോക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു കാർഡ്ബോർഡ് ബോക്സ്. സോ അത് ഞാൻ മാറ്റി കളഞ്ഞു, അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇതിലേക്ക് എന്തെന്ന് പറയാമല്ലേ, ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക, സൂപ്പർ ഡ്യൂപ്പർ മെറ്റീരിയലാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് റീയൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. ആൻഡ് ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര വെളിച്ചമല്ലേ, കാണുന്നില്ല എനിക്കറിയാം. സോ ഇവിടെ ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് പോർഷൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ, ഒരു ചെറിയ വീഡിയോ ആയിട്ട് ക്ലിപ്പായിട്ട്. സോ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ഒരു സാധനം കൂടെ കണ്ടല്ലേ, ഇതിങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. ഇത് തുറന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുക. ഇത് തുറക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തുറക്കാറൊക്കെ. തുറന്നിട്ടോ. സോ ഇങ്ങനെയാണ് ഇത് തുറന്നു കഴിയുമ്പോഴാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഭയങ്കര വെളിച്ചമാണ്. സോ സോറി, ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. സോ ഇത് തീർന്നു, സത്യം പറഞ്ഞ ഈ സാധനം തീർന്നു. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവരും ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് എത്ര ഗ്രാം പ്രോഡക്റ്റാന്ന് വെച്ചാൽ ഇത് 200 ml പ്രോഡക്റ്റാണ്. 200 ml ആണ് ഇതിലുണ്ടാവുക. നമ്മൾ ഒരാൾ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 മാസം 4 മാസമൊക്കെ അത്യാവശ്യം പോകുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു മാസം പോലും മര്യാദയ്ക്ക് ആയിട്ടില്ല വാങ്ങിച്ചിട്ട്. ബിക്കോസ് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് തീർന്നു. ഞാൻ 2-3 തവണ ഉപയോഗിച്ചു, അമ്മ അനിയത്തി ഓരോ തവണ ഉപയോഗിച്ചു, അനിയൻ 2-3 തവണ ഉപയോഗിച്ചു. സോ സംഭവം കാലിയായി. ആൻഡ് പറയാ വെച്ചതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അർഗൻ ഓയിലാണ്. അർഗൻ ഓയിലല്ല, അർഗനാണ്. അർഗൻ പ്ലസ് അവോക്കാഡോ ഓയിൽ, പിന്നെ മിൽക്ക് പ്രോട്ടീൻ. ഈ 3ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൽ അക്വ ഉണ്ട്, പിന്നെന്താ ചെറിയ രീതിയിൽ ബ്രാസിക്ക ആൽക്കഹോൾ ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്, സോഡിയം ഹൈലൂറിനേറ്റ് ഉണ്ട്, പിന്നെന്താ അവോക്കാഡോ ഓയിൽ, കേർഡ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, അർഗൻ ഓയിൽ, റോസ്മെറി ഓയിൽ, അങ്ങനെ ഒരുപാട്, പിന്നെ ടീ ട്രീ ഓയിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെന്താ ഇത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഹൊനാസ കൺസ്യൂമർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഒരു ഹരിയാനയിലുള്ള ആൾക്കാരാണ് ഇത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് വലിയ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഉപയോഗിച്ച ശേഷം നല്ല രീതിയിൽ ഹെയർ ഫോൾസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്, മുടിയുടെ ടെക്സ്ചർ മാറിയിട്ടുണ്ട്, മുടി സ്മൂത്തും സോഫ്റ്റും ആവാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ടാങ്കിൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഡെയിലി യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് ഈ സംഭവം. ടാങ്കിൾ ഫ്രീ ആയിട്ട് മുടി എപ്പോഴും ഇരിക്കും. ടാങ്കിൾ ഫ്രീ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ല എന്നല്ല, എന്നാലും ഒരുപാടൊക്കെ ടാങ്കിൾഡ് ചെയ്ത് വരുന്ന മുടിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വ്യത്യാസം വരുന്നുണ്ട്.
പിന്നെന്താ, ഇതിനൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാരബിൻ ആൻഡ് സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാം പാരബിൻ ഫ്രീ ആകുമ്പോൾ തന്നെ ഒരുപാട് സൂപ്പറായിരിക്കും പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ. പിന്നെന്താ, ഇതിനെക്കുറിച്ച് അത്ര പറയാനൊന്നുമില്ല. എനിക്ക് സംഭവം കിടുവാണ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 599 റുപ്പീസ്, അറൗണ്ട് ഒരു 600 റുപ്പീസാണ്. ഇത് കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അഫോർഡബിൾ ആണെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അഫോർഡബിൾ ഒന്നും അല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടോ. ഇത്രയും രൂപയ്ക്കൊന്നും നമ്മൾ സാധനം വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ തലക്കിടാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് തന്നെ. എന്തായാലും സംഭവം പൈസ വേർത്തിട്ടാണ്. അത്ര നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാനിത് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത്. പിന്നെന്താ, ഇതാണ് നമുക്ക് ഡെമോ കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ 200 ml പ്രോഡക്റ്റ് ആണ്. 200 ml പ്രോഡക്റ്റിന് 599 രൂപ, അതായത് 600 രൂപ തന്നെ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കേണ്ടായത്. ഞാൻ ആദ്യം തന്നെ മുടി ഒന്ന് ടാങ്കിൾ ഫ്രീ ആക്കുന്നുണ്ട്. ടാങ്കിൾ ഫ്രീ ആക്കാൻ ഞാൻ ഓൾറെഡി ചെയ്തതാണ്, പക്ഷേ എന്നാലും ഒന്നും കൂടെ ഒന്ന് ടാങ്കിൾ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. പറ്റുമെങ്കിൽ തലയൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേഹത്തേക്ക് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഇറങ്ങി ചെല്ലും, അല്ലെങ്കിൽ പെട്ടെന്ന് മിക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടിയിൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് പ്രിപ്പയർഡ് ആക്കുകയാണ് മുടീനെ. ഞാൻ ചീർപ്പ് കൊണ്ട് ചീവി കൊടുക്കുന്നില്ല, കാരണം ചീർപ്പ് കൊണ്ട് ചീവി കൊടുക്കുമ്പോൾ എനിക്കിത് കുറേ കംഫർട്ടബിൾ ആവുന്നില്ല. ഞാൻ മാക്സിമം ചീർപ്പ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ചീർപ്പ് ഞാൻ എടുക്കുന്നില്ല. സോ കൈ കൊണ്ട് തന്നെ വെച്ചിട്ടാണ് മുഴുവനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് ഫോളോ ചെയ്യാം. നമ്മുടെ മുടീൻ്റെ ടെക്സ്ചർ മാറാൻ, അല്ലെങ്കിൽ മുടി പൊട്ടുന്നതൊക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ മാമകത്തിൻ്റെ നമ്മുടെ ഈ ഒരു സംഭവം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടാണ്. അല്ലെങ്കിൽ ഇത് നിറച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ നിറച്ചു കൊടുക്കാം കേട്ടോ, നമ്മുടെ മുടിക്ക് കണക്കായിട്ട്. ഞാൻ കുറച്ച് എടുത്തിട്ട് 2 ഭാഗത്തും ആക്കിയിട്ട്, ആ 2 ഭാഗത്തും ആക്കിയത് തന്നെ 2 ഭാഗത്തേക്കാക്കിയിട്ട് പാർട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് തിക്കായിട്ടുള്ള ലേസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ലെയറിലൊന്നും എടുക്കുന്നില്ല. വാങ്ങിച്ച പാട് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ എടുത്തതാണ്. പക്ഷെ ഇപ്പോൾ തീരാനായതുകൊണ്ടൊരു സങ്കടം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ബാക്കിയുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ട് ടു ടിപ്പാണ്. റൂട്ടിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് പുതിയ മുടി കിളിർക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും വരുന്ന മുടിയുടെ ബാക്കി വരുന്നതൊക്കെ റൂട്ടിൽ നിന്നാണ്. അപ്പോൾ റൂട്ടിൽ നിന്ന് വേണം നമുക്ക് മുടിയുടെ ഭംഗി വരാനായിട്ട്. അല്ലാണ്ട് നമ്മൾ താഴത്തേക്കും ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. റൂട്ടിൽ എങ്ങനെ മുടിക്ക് പ്രോട്ടീൻസ് കിട്ടുന്നു, കാൽസ്യം കിട്ടണോ, വൈറ്റമിൻസ് കിട്ടുന്നു, അതുപോലെ ഇരിക്കും മുടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടിപ്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ ടിപ്സിൽ എപ്പോഴും സ്പ്ലിറ്റ് എൻഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക ടാങ്കിൾസ് ഒക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ ടിപ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തല മസാജ് ചെയ്യുക. നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. എത്രയും സമയം ചെയ്യാൻ പറ്റുമെന്നെനിക്ക് തോന്നുന്നില്ല, എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്യുന്നത് വളരെ സൂപ്പറാണ്, നല്ലതാണ് തലയ്ക്ക്. കാരണം നല്ല പോലെ തലയിലേക്ക് എത്തും. പിന്നെ ചില സമയത്ത് തുമ്മലൊക്കെ ഉണ്ടാകും. എനിക്ക് 2 തവണ തുമ്മലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ജലദോഷമായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ എടുത്തിട്ട് മുടിയുടെ താഴത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ടിപ്പ് വരെ ഒന്നും ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം കുറച്ചെങ്കിലും അതിൻ്റെ ഒരു പ്രോട്ടീൻ കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ ഒന്ന് ടിപ്പ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് കോംബ് ചെയ്യാം. സോ എനിക്ക് കോമ്പിനോട് താല്പര്യമില്ല മാത്രമല്ല എൻ്റെ കയ്യിൽ വലിയ പല്ലുള്ള കോമ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് വെച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ വലിയ പല്ലുള്ള കോമ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക, അത് കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ചെറിയ കോമ്പാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും മുടി. വലിയ കോമ്പാകുമ്പോൾ മുടി പൊട്ടിപ്പോവില്ല, എന്നാൽ മുടിയുടെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ 2 ഭാഗത്തും മുടി നല്ലപോലെ ആക്കുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റ് വെച്ചാൽ മതി. 15 മിനിറ്റ് വെച്ചിട്ട് വേണം കഴുകിക്കളയാൻ. ഇത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് തന്നെ കഴുകണം. കാരണം ഇത് നല്ലപോലെ മുടിയിൽ ചേറൊക്കെ കളഞ്ഞ് മുടിനെ നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും. അപ്പോൾ അത് മൈൽഡായിട്ടുള്ള ഷാമ്പു ആണ് ഉപയോഗിക്കാൻ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ടുള്ള മുടി നമുക്ക് ഏതായാലും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ആ മാസ്ക് ഇട്ട ശേഷമുള്ളൊരു മുടിയാണ് ഇതൊക്കെ. ഉണങ്ങിയ ശേഷമുള്ള മുടി കേട്ടോ ഞാൻ കാണിക്കുന്നത്. നനഞ്ഞിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുരിങ്ങാക്കോല് പോലെ ഉണ്ടാവുള്ളൂ മുടി. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയ ശേഷം കാണിക്കാച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് മുടി, കണ്ടോ? മുടിക്ക് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. മുടി ഫ്രിസി ആയിട്ട് നിൽക്കുന്നില്ല, നല്ല ഒന്നും അത്ര ഒതുങ്ങുന്നല്ല, എന്നാലും അങ്ങനെ ഒരു ഒതുങ്ങി നിൽക്കുന്നുണ്ട് മുടി. നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം. പിന്നെന്താ,
ഹാങ്കിൾ ഫ്രീ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടിപൊളി പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാം. പൈസ പോയിന്ന് നമുക്ക് തോന്നത്തേയില്ല. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈവൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നുറപ്പും കൂടി വരുത്തിയേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.